നമ്മൾ പലപ്പോഴും കേട്ടിട്ടില്ലേ, അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള പ്രശ്നത്തിന് ഇടയ്ക്ക് ഈ മകൻ ബലിയാടായി പോണ ഒത്തിരി സംഭവങ്ങളുണ്ടല്ലേ. മകൻ ആരുടെ ഭാഗം പിടിക്കണമെന്ന് അറിയാൻ മേലാണ്ട് മകൻ പെട്ട് കിടക്കും അതിനകത്ത്. അമ്മയുടെ സൈഡ് പറയാവോ അതോ ഭാര്യയുടെ സൈഡ് പറയാമോ? ഭാര്യയുടെ സൈഡ് പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല, അമ്മയുടെ സൈഡ് പറഞ്ഞിട്ടുണ്ട് ഭാര്യ പിന്നെ പിണങ്ങി വീട്ടിൽ പോവും. ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാണ്ട് തലയും കുത്തി മറിയണ ഒരു സമയം ഉണ്ടാകും ഇല്ലേ. മിക്ക വീടുകളിലും ഉണ്ടാകും. കല്യാണം കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ പ്രശ്നം അത് അമ്മേനെ അംഗീകരിക്കണില്ല, അല്ലെങ്കിൽ ഭാര്യേനെ അംഗീകരിക്കണില്ല എന്നും പറഞ്ഞുകൊണ്ട് ഉള്ള പ്രശ്നങ്ങളില്ലേ. അത് എല്ലാ വീടുകളിൽ തന്നെ ഒരുമാതിരിപ്പെട്ട, എല്ലാ വീടുകളിലും ഇല്ല എന്നാലും ഒരുമാതിരിപ്പെട്ട വീടുകളിലെല്ലാം ഉണ്ടാകുന്ന ഒരു പ്രശ്നമായത്. അത് ഇത് ആദ്യമേ ഒന്ന് സോൾവ് ചെയ്താൽ പ്രശ്നം തീരാവുന്നതേ ഉള്ളൂ. നമ്മളുടെ മകൻ കല്യാണപ്രായമായി കല്യാണം ആലോചിക്കുമ്പോൾ നമ്മുടെ മകനോട് പറഞ്ഞു കൊടുക്കുക, നീ കല്യാണം കഴിക്കാൻ പോവുകയാണ്, നിന്റെ ഭാര്യയ്ക്ക് ഇന്ന രീതിയിൽ നിന്ന് നോക്കണം, അമ്മയ്ക്കും അതുപോലെ തന്നെ ഒരു സ്ഥാനമുണ്ട്, അമ്മേനെ ബഹുമാനിക്കണം, അമ്മയുടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം എന്നൊന്നും പറഞ്ഞു കൊടുക്കാതെയാണ് നമ്മുടെ മക്കൾ കല്യാണ ജീവിതത്തിലേക്ക് കടക്കുന്നത്. അവരുടെ തന്നെ കല്യാണം ആലോചിക്കുമ്പോൾ തൊട്ട് എത്ര ഗംഭീരമായിട്ടും എത്ര ലക്ഷം രൂപ പൊടിച്ചും കല്യാണം നടത്താമെന്നുള്ള ചിന്തയിലേക്ക് തന്നെ ഇല്ലേ. അതുകൊണ്ട് ഇങ്ങനെയുള്ള സംസാരങ്ങളൊന്നുമില്ല. അതിനകത്തേക്ക് മാതാപിതാക്കളും ചെന്ന് ചാടും. മാതാപിതാക്കളും പിന്നെ ആരെയൊക്കെ വിളിക്കണം എന്നുള്ള ചിന്തയിൽ നടക്കും. എന്നാൽ മക്കൾക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇതാണ് ആവശ്യം, അവർക്ക് പറഞ്ഞു കൊടുക്കണം. അമ്മേനെ എങ്ങനെയാണ് നോക്കണ്ടേ, അച്ഛനെ എങ്ങനെയാണ് നോക്കണ്ടേന്നും അവരെ അംഗീകരിക്കണമെന്നും അവർക്കൊരു ഗ്രാറ്റിറ്റ്യൂഡൊക്കെ കൊടുത്താൽ, നന്ദിയൊക്കെ കൊടുത്താൽ മതി, അവരംഗീകരിച്ചോളും. ഇത് ഇങ്ങനെ ഒരു ഇതിലേക്ക് ചെന്ന് പലപ്പോഴും ചെന്ന് ചാടുന്നത് അല്ലേ. അതേപോലെ തന്നെ പിന്നെ ഒരു പ്രശ്നം വരുന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ അമ്മായിയമ്മ മരുമകളും ആയിട്ട് വന്നു കഴിയുമ്പോൾ അമ്മായിയമ്മയ്ക്ക് അങ്ങ് അവരുടെ ആ യൂത്ത്ഫുൾനെസ് അങ്ങ് കുറഞ്ഞു കഴിയുമ്പം ഈ മരുമകളെ അങ്ങ് അംഗീകരിക്കാൻ ഒരു മനസ്സ് ചെറുതായിട്ട് അങ്ങ് കുറയും. മിക്ക അമ്മായിയമ്മമാരുടെയും പ്രായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 50 വയസ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 55-60 വയസ്സ് പ്രായമായിരിക്കും. അപ്പം അവരുടെ എന്നാന്ന് പറഞ്ഞാൽ ഈ ഹോർമോണിനൊക്കെ ചേഞ്ചസ് ഒക്കെ വന്നിരിക്കുന്ന സമയം. അപ്പോൾ പിന്നെ അവർക്ക് എല്ലാത്തിനും സംശയങ്ങളായി, എന്നോട് അങ്ങനെയല്ല അവളോട് ഇങ്ങനെയാന്ന് പറഞ്ഞ് മൊത്തം പ്രശ്നക്കാരിയായിട്ടിരിക്കുന്ന സമയത്തായിരിക്കും മിക്കവാറും മകൻ്റെ കല്യാണം നടക്കുന്നത്. അപ്പോൾ പിന്നെ അവിടെ പ്രശ്നങ്ങൾ കൂടുകയും ചെയ്യും. അവരംഗീകരിക്കാനായിട്ട് ഇതൊട്ട് മകനും മനസ്സിലാവില്ല, മരുമകൾക്കും മനസ്സിലാവില്ല, അമ്മായിമ്മ പ്രശ്നക്കാരിയായിട്ട് അങ്ങ് തീരുകയും ചെയ്യും. ഇങ്ങനെയാണ് തുടക്കം. അപ്പം ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മളൊരു കാര്യം ചെയ്താൽ മതി. ഈ പാവപ്പെട്ട ചെറുക്കന്മാർ പെട്ടുപോകാണ്ടിരിക്കാനേ ഒരു കാര്യം ചെയ്താൽ മതി. ന്യായം ആരുടെ ഭാഗത്താണെന്ന് ആദ്യം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് രണ്ടുപേരോടും ചോദിക്കുക. എന്നിട്ട് ന്യായം ആരുടെ ഭാഗത്താണെന്ന് ആദ്യമേ തുടങ്ങി ന്യായത്തിൻ്റെ ഭാഗത്ത് നിൽക്കുക. അത് അമ്മയുടെ ഭാഗത്താണേലും അമ്മയുടെ ഭാഗത്താണെങ്കിൽ അമ്മയുടെ പറയുന്ന ന്യായം നീ അംഗീകരിക്കുക, അത് കുഴപ്പമില്ല, ഇപ്പോൾ പോട്ടെ, പ്രശ്നം പോട്ടെ എന്നൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്ത് ആദ്യമേ തുടങ്ങുന്ന കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ അങ്ങനെ അങ്ങ് സോൾവ് ചെയ്ത് വിടുക. പിന്നെ മകളോട് പറയുക, ഭാര്യയോട് പറയുക, ഭാര്യേനെ നമ്മൾ എന്താണേലും ജീവിതകാലം മുഴുവൻ എൻ്റെ കൂടെ ജീവിക്കണം എന്നുള്ള പ്രതിജ്ഞയോടുകൂടി നമ്മളെ കൂടെ കൊണ്ടുവന്നേക്കണം. അവളെ ഇല്ലായ്കയിലും വല്ലായ്കയിലും നമ്മളെ കൂടെ ചേർക്കാൻ വേണ്ടി കൊണ്ടുവന്നേക്കുന്ന. അപ്പം അവൾക്കൊരു പ്രത്യേക അംഗീകാരം നമ്മൾ ജീവിതത്തിൽ കൊടുത്തിരിക്കണം. ആ കൂടെ തന്നെ പണ്ടത്തെ പോലെ തന്നെ അമ്മയോട് അമ്മയ്ക്ക് എങ്ങനെയാണോ നമ്മൾ സ്നേഹം കൊടുത്തിരുന്നത് ആ സ്നേഹം കുറച്ചൊക്കെ കൊടുക്കാൻ നമ്മൾ ശ്രമിക്കണം. അതായത് അമ്മയോടൊരു ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടായി, ഒരു ബഹുമാനം. നമ്മളെ ഈ ഭൂമിയിൽ ജനിക്കാൻ കാരണമായ നമ്മുടെ അമ്മയല്ലേ. അപ്പം അമ്മയ്ക്ക് അച്ഛനും അതിൻ്റേതായ ഒരു സ്ഥാനം കൊടുത്തേക്കണം. മിക്കവാറും അമ്മമാരാണ് എല്ലാ വീട്ടിലെയും പ്രശ്നങ്ങളുടെ തുടക്കം കുറിക്കണം. അപ്പോൾ പിന്നെ അമ്മമാർക്കും അച്ഛന്മാർക്കും അതിൻ്റേതായ സ്ഥാനം, അവരെ ബഹുമാനിക്കാനും ഒക്കെ ഒരു ഇത് നമ്മൾ എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. എവിടെയെങ്കിലും എന്തെങ്കിലും സാധനമൊക്കെ കൊണ്ടുവന്നാൽ അമ്മയ്ക്കും കൊടുക്കടി എന്നൊക്കെ പറഞ്ഞാൽ ആദ്യമേ തൊട്ടാ കൊച്ചിനോട് പറയണ കൊച്ചു ചെയ്തോളൂ. അത് ചെയ്യാതെ വരുമ്പോഴാണ് പ്രശ്നങ്ങൾ. അമ്മയ്ക്ക് കൊടുക്കുന്ന എന്തെങ്കിലും നല്ല വലിയ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണെങ്കിൽ അവരോടും കൂടെ ആലോചിക്കണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ മനസ്സിലും ഞങ്ങളെ അംഗീകരിക്കുന്നുണ്ട്, ഞങ്ങളെ ഒഴിവാക്കിയിട്ടില്ല എന്നുള്ളൊരു മനോഭാവം അവരുടെ ഉള്ളിലുണ്ടാകും ഇല്ലേ. അതേപോലെ ഒരാളുടെ കുറ്റം അമ്മയും മകനും കൂടെ ആണെങ്കിലും ഭാര്യയുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഭാര്യയാണെങ്കിലും ഭർത്താവും കൂടെ അമ്മയുടെ കുറ്റം പറയാനും പോകരുത്. അത് അങ്ങനെ കേൾക്കാൻ ഇരിക്കുന്ന സമയത്ത് അത് ഒഴിവാക്കി അങ്ങോട്ട് എനിക്ക് കേൾക്കണ്ട എന്നും പറഞ്ഞ് മകൻ ഒഴിവായി പോകാൻ ശ്രമിക്കുക. ആരുടെയും കേൾക്കാൻ നിൽക്കരുത്. ഭാര്യയുടെ ആണെങ്കിലും കേൾക്കാൻ നിൽക്കരുത്, അമ്മയുടെ ആണെങ്കിലും കേൾക്കാൻ നിൽക്കരുത്. അത് ആദ്യമേ മുളയിലേ തന്നെ നുള്ളിക്കളഞ്ഞേക്കുക. അപ്പം അവിടെ കുറച്ച് പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും.
പിന്നെ ഒരു കാര്യം ചെയ്യാം, അച്ഛനും അമ്മയും ഉള്ള വീടാണെങ്കിൽ മക്കൾ കല്യാണം കഴിക്കുമ്പോൾ വേറെ വിടുന്നതാണ് ഏറ്റവും നല്ലത്. അവർ സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ പഠിക്കട്ടെ, ഉത്തരവാദിത്തങ്ങൾ ഏറ്റു മകൻ വളരട്ടെ, എന്തൊക്കെ ചെയ്യണം എന്ന് മകൻ പഠിച്ചു വരട്ടെ. ഒരു വാടക വീടാണെങ്കിലും എടുത്ത് ജോലിയുള്ള പയ്യനാണെങ്കിൽ പോകാൻ പറയുക, താമസിക്കുക, അച്ഛനും അമ്മയും കൂടെ വീട്ടിൽ താമസിക്കുക. അതൊരു നല്ല തീരുമാനമാണ്. അല്ല അമ്മ തന്നെയുള്ളെങ്കിൽ നമ്മൾ അമ്മേനെയും കൂടെ നോക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. അമ്മയുടെ കാര്യങ്ങളും നോക്കണം, അമ്മേനെ നോക്കണം. ഈ വേറെ താമസിക്കുമ്പം ദിവസവും വന്ന് വേണമെങ്കിൽ വൈകുന്നേരം അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് വരാമെന്നേ, അല്ലെങ്കിൽ ആഴ്ചയെ വരാം. എങ്ങനെയെങ്കിലും അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമ്പം അവിടെ നാത്തൂമാരുണ്ടെങ്കിൽ ഒന്നുകൂടെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം ചെറുക്കൻ്റെ പെങ്ങന്മാരുണ്ടെങ്കിൽ ചെറുക്കൻ്റെ പെങ്ങന്മാരും അമ്മയും കൂടെ കൂടിയാൽ ഒരു യൂണിയൻ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അവിടെ ഒരു ഗ്രൂപ്പിസം രൂപപ്പെടും. അപ്പം അങ്ങനെയുള്ളവർ പരമാവധി പെങ്ങന്മാർ കെട്ടിച്ചു വിട്ടവരാണെങ്കിൽ വല്ലപ്പോഴും വന്നിട്ട് പോകാൻ മാത്രമുള്ള അനുവാദം കൊടുത്തേക്കുക. അല്ലാതെ അവിടെ ഒന്ന് ഗ്രൂപ്പ് കളിക്കാൻ അനുവദിക്കാതിരിക്കുക. പല കുടുംബങ്ങളിലും ഗ്രൂപ്പിസം ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അത് പല പ്രശ്നങ്ങളിലേക്കും കാരണമാകാറുണ്ട്. അമ്മയും മകളും കൂടെ ഇരുന്ന് പറഞ്ഞ് ഞാൻ മകൾക്ക് ആ സ്വാതന്ത്ര്യം വിട്ടുകൊടുക്കാൻ ഭയങ്കര മടിയായിരിക്കും. അമ്മായി വേറൊരു മരുമകൾ വന്നു കഴിയുമ്പം, നാത്തൂൻ വന്നു കഴിയുമ്പം അവക്കടെ ആ സ്വാതന്ത്ര്യം പോവല്ലേ നാത്തൂൻ്റെ, അത് വിട്ടുകൊടുക്കാൻ പല നാത്തൂന്മാർക്കും മടിയുള്ള കേസാണ്. അപ്പോൾ അവരുടെ ഉള്ളിൽ ചെറുതായിട്ടൊരു കുശുമ്പ് പോലെയൊക്കെ തുടങ്ങിയാണ് വലിയ പ്രശ്നങ്ങളിലേക്ക് വന്നത്. അതിനെ ഒഴിവാക്കി വിടുക. പിന്നെയുണ്ട്, എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഭാര്യേനെ ഒന്ന് സഹായിക്കുക. അത് എല്ലാ പെണ്ണുങ്ങൾക്കും ഇഷ്ടമുള്ള കാര്യമാണ്. അത് അമ്മയോടും കൂടി ഇരുന്ന അമ്മയും മരുമകളും മകനും കൂടി നിന്ന് സഹായിക്കാൻ. ചില ചെറുക്കന്മാരുണ്ട് ഒരു സാധനം ചെയ്യാണ്ട് വളർത്തും അമ്മമാർ. എന്നിട്ട് അവസാനം കല്യാണം കഴിച്ച് കഴിയുമ്പോൾ എല്ലാം അവൻ്റെ തുണി വരെ അലക്കി കൊടുക്കുന്ന അമ്മയായിരിക്കും, അവന് എന്തെങ്കിലും ഫുഡ് എടുത്ത് കൊടുക്കുന്നത് അമ്മയായിരിക്കും. ഇങ്ങനെയെല്ലാം അവനിരുന്ന് കല്യാണം കഴിഞ്ഞാൽ അമ്മയെ എന്ന് വിളിച്ചുകൊണ്ടിരിക്കും. ആ സ്വഭാവം മാറ്റുക. അത് മകൾ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. മകളുടെ കൂടെ ഈ മകനും കൂടെ ചെയ്ത് പഠിക്കട്ടെ എന്നുള്ള രീതിയിലേക്ക് വരിക. അത് ആദ്യമേ പറഞ്ഞു കൊടുത്തേക്കുക. നിങ്ങളെല്ലാ കാര്യവും നിങ്ങളുടെ സ്വന്തമായിട്ട് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. അല്ലാതെ അമ്മയ്ക്കുള്ള റോള് അവിടെ കുറഞ്ഞു. അമ്മ എല്ലാ കാര്യത്തിലും ഇടപെട്ട് മകന് ഞാനേ ചോറ് കൊടുക്കുകയുള്ളൂ, ഞാൻ കൊടുത്താലേ അവൻ കഴിക്കുകയുള്ളൂ, എൻ്റെ അടുത്ത് അവൻ ഇരിക്കണ്ടേ, അങ്ങനെയുള്ളതൊക്കെ കളഞ്ഞേക്കുക. എവിടെയെങ്കിലും പോയാൽ എനിക്കും പോകണം എന്നൊന്നും പറഞ്ഞ് അമ്മമാർ വാശി പിടിക്കണമൊക്കെ ഭയങ്കര പ്രശ്നത്തിലേക്ക് പോകുന്ന കാര്യങ്ങളാണ്. ഇപ്പം മകളും മകനും കൂടെ എവിടെയെങ്കിലും പോകണേ, എങ്ങോട്ട് പോവുക, എന്നാ പോവുക, എന്തിനു പോവുക എന്ന് ചോദിക്കുകയും ചെയ്യും. എന്നിട്ട് ഞാനും വന്നിട്ടെന്ന് പറഞ്ഞ് കൂടെ ഇറങ്ങുകയൊന്നും ചെയ്യരുത്. അതൊക്കെ അവരുടെ ഇഷ്ടത്തിന് വിട്ടേക്കുക. അവരെവിടെയാണെന്ന് വെച്ചാൽ പോവുകയോ അവരെന്താണെന്ന് വെച്ചാൽ കാണിക്കുകയൊക്കെ ചെയ്തോട്ടെ എന്ന് ഓർത്തോണ്ട് അവരുടെ സ്വാതന്ത്ര്യത്തിൽ വിട്ടേക്കുക. അതേപോലെ എന്ത് അഭിപ്രായം പറയുമ്പോഴും അവരെയും കൂടെ കൂട്ടിയിരുന്ന് അച്ഛനെയും അമ്മേനെയും ഭാര്യേനെയും ഒക്കെ ഇരുന്ന് അഭിപ്രായം പറയാനും ഒക്കെ ഒരു മനസ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുന്നേ. ഇതൊക്കെ നമ്മൾ കല്യാണം കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. കല്യാണത്തിന് മുമ്പ് തന്നെ ഈ മകനോടും മകളോടും അവരുടെ പേരൻസ് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യങ്ങളാണ്. അതേപോലെ നമ്മുടെ അച്ഛനെയും അമ്മേനെയും പോലെ തന്നെ പെൺകുട്ടി അവിടുത്തെ അച്ഛനെയും അമ്മേനെയും കണക്കാക്കാനും അവരോട് അതേ രീതി പെരുമാറാനും പഠിക്കും. മകനെ പ്രത്യേകിച്ചും പറയണം. ആ വീട്ടിലെ ചില ചെറുക്കന്മാർ പറയണ കേട്ടിട്ടുണ്ട്, പുള്ളിക്കാരൻ, അമ്മായിപ്പനെയൊക്കെ പറയുന്ന പുള്ളി പറഞ്ഞു. അങ്ങനെയൊന്നും പറയാൻ അച്ഛനും അമ്മയും അനുവദിക്കരുത്. എടാ അങ്ങനെ വിളിക്കരുത്. ആ മോൾ എങ്ങനെയാണോ വിളിക്കണേ ആ രീതിയിൽ വിളിക്കാൻ പറഞ്ഞു കൊടുക്കാവുള്ളൂ നമ്മൾ. അല്ലാണ്ട് ആ പുള്ളി എന്നും പറഞ്ഞുകൊണ്ട്. അതേപോലെ ആ കുട്ടിക്ക് ആ കൊച്ചിൻ്റെ വീട്ടിൽ പോകണം, ഇപ്പോൾ എല്ലാ മാസവും ഒന്ന് പോകണം, എല്ലാ ആഴ്ചയും ഒന്ന് പോകണം. കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ പോക്കുമില്ല വരവുമില്ല ഒന്നും ഇല്ലാണ്ടാകും. ആദ്യകാലത്തൊക്കെയാണ് വേറൊരു സാഹചര്യത്തിൽ നിന്ന് വന്നാൽ ആ കൊച്ചിനെ വീട്ടിലൊക്കെ പോകണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരിക്കും, സ്വന്തം വീട്ടിലൊക്കെ പോകണം. അതിനൊക്കെ അനുവദിച്ചേക്കുക. ഒന്നെങ്കിൽ ബസ് കയറ്റി വിട്ടേക്കുക, അല്ലെങ്കിൽ ഏതാ മാർഗം എന്ന് വെച്ചാൽ ഒന്നേ കൊണ്ടുവിടുക. ഏതാന്ന് വെച്ചാൽ നമ്മുടെ സൗകര്യം പോലെ അത് ശീലിപ്പിച്ചു വെച്ചേക്കുക. അപ്പോൾ അവിടെ പ്രശ്നങ്ങൾ. അല്ലെങ്കിൽ നീ പൊക്കോടി എന്ന് പറയുക, നീ പൊക്കോ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ വിടാനും അതിനൊരു സ്വാതന്ത്ര്യം കൊടുക്കുകയൊക്കെ ചെയ്തു നോക്കി പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. അല്ലാതെ നീ ഇവിടെ കെട്ടിക്കൊണ്ടു വന്നാൽ നീ ഇവിടെ തന്നെ നിൽക്കണം, നീ ഇവിടുത്തെ പണി ചെയ്തോണം, അതൊന്നും ഇനിയുള്ള കാലത്ത് അത് ഏൽക്കുന്ന പ്രസ്ഥാനങ്ങളല്ല. അത് അങ്ങനെ പറയുമ്പോഴാണ് പല കുടുംബത്തിലും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. നമ്മൾ അവരെ ചേർത്ത് നിർത്തി നോക്കിക്കേ, അവിടെ പ്രശ്നങ്ങൾ കുറയാൻ തുടങ്ങും. ആദ്യമേ തന്നെ ന്യായത്തിൻ്റെ ഭാഗത്ത് മാത്രം നിന്ന് എപ്പോൾ സംസാരിക്കുമ്പോഴും സംസാരിക്കാവുള്ളൂ. അതേപോലെ അംഗീകാരം കൊടുക്കുക. അതേപോലെ എല്ലാ കാര്യങ്ങളിലും എന്നാ പറയണേ, ഒരു സഹകരണം ഉണ്ടെന്ന് ഭർത്താവ് കൂടെയുണ്ട് എന്നുള്ള ഒരു തോന്നൽ ആ പെൺകുട്ടിയുടെ ഉള്ളിൽ വന്നാൽ മതി. അമ്മയുടെ ഉള്ളിലും ഞാനുണ്ട് കൂടെ, ഞാൻ പെണ്ണ് കെട്ടിയാലും ഞാൻ മാറിയിട്ടില്ല, അമ്മയുടെ കൂടെ ഉണ്ടെന്ന് അമ്മയ്ക്കും ഒരു ഫീൽ ഉണ്ടായാൽ മാത്രം മതി. അപ്പം പ്രശ്നങ്ങൾ ഒത്തിരി തീർന്നു.
അല്ലാണ്ട് രണ്ടും രണ്ടായിട്ട് കാണാണ്ട് മരുമകളായിട്ടും ആ മരുമകളെ മകളായിട്ട് കാണാൻ ശ്രമിച്ചു നോക്കിക്കേ. അപ്പോൾ പ്രശ്നങ്ങൾക്ക് ഒത്തിരി പരിഹാരമാവും. അല്ലാതെ എപ്പോഴും എന്നാ പറയണേ, എപ്പോഴും ഈ ഉരസലായിട്ട് പടയായിട്ടിരിക്കുന്ന വീടുകളിൽ എന്നാ പറയുക, ഒരു സ്വൈര്യം ഉണ്ടോ? എന്തോരം കുടുംബങ്ങളാണ് അങ്ങനെ നശിച്ചു പോകുന്നത്. ഒട്ടും അംഗീകരിക്കാനൊട്ടും മനസ്സും വെക്കില്ല. ഒട്ടും അംഗീകരിക്കാൻ ഈ ആൺകുട്ടികളാണെങ്കിൽ അവൻ കല്യാണം കഴിച്ചു അവനൊരു വേറൊരു മനസ്ഥിതിയാവും. ഈ പെൺകുട്ടീനെ അവനോട് ചേർത്ത് വെക്കും, അമ്മേനെ ഉപേക്ഷിക്കണമായിട്ട് തോന്നും, അല്ലെങ്കിൽ അമ്മയുടെ കൂടെ ചേരും പെൺകുട്ടീനെ ഉപേക്ഷിക്കണം. അവിടെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അങ്ങനെയുള്ളത് ഉണ്ടാകാതിരിക്കാൻ ഇങ്ങനെയൊക്കെ ചെയ്താൽ കുറേയൊക്കെ പരിഹാരം കിട്ടും. ഞാനും ഒരു മരുമകളായിട്ടും മകളായിട്ടും ഒക്കെ ഇരുന്നത് കൊണ്ടും എൻ്റെ മനസ്സിൽ തോന്നിയത് എൻ്റെ കൂട്ടുകാരുടെ വീടുകളിൽ സംഭവിക്കുന്നതും ഒക്കെ കേട്ടിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടേക്കാം എന്ന് വെച്ചത്. അപ്പം എൻ്റെ അറിവിൻ്റെ പരിധിയിൽ നിന്നാണ്. ഇനിയും പ്രശ്നങ്ങളുള്ള വീടുകളുണ്ടായിരിക്കും കേട്ടോ, ഇതിലും കൂടുതലൊക്കെ ഉള്ളവരുണ്ടായിരിക്കും. എങ്കിലും ഒരുമാതിരി പ്രശ്നങ്ങൾക്ക് ഇത് പരിഹാരമാണ്. നമ്മൾ എല്ലാം ഒന്ന് അംഗീകരിക്കാൻ, അതേപോലെ പ്രത്യേകിച്ച് അമ്മമാരാകണവർ വിട്ടുവീഴ്ച ചെയ്ത് തന്നെ ജീവിക്കണം, അല്ലെങ്കിൽ പ്രശ്നങ്ങളാവും. അതേപോലെ മരുമക്കൾ പെൺപിള്ളേരും വിട്ടുവീഴ്ച ചെയ്യണം. മകൻ എന്ന് പറയുന്ന വ്യക്തി അതിനിടയ്ക്ക് കിടന്ന് പെട്ടുപോണ സമയങ്ങളാണ് ഇതൊക്കെ. അപ്പം ഓക്കെ, എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു.